ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലാണ് യോഗയുടെ തുടക്കം. പുരാതന ഋഷിമാർ ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യത്തിനായി യോഗ അഭ്യസിച്ചിരുന്നു. യോഗ വെറും വ്യായാമമല്ല, അത് ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്ന ജീവിത രീതിയാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആരോഗ്യത്തിനും സമാധാനത്തിനുമായി യോഗ ചെയ്യുന്നു. യോഗ ശരീരത്തിന്റെ സന്തുലനം മെച്ചപ്പെടുത്തുന്നു, കൂടാതെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി ലോകം മുഴുവൻ യോഗ എന്ന ഇന്ത്യയുടെ അമൂല്യ പൈതൃകത്തെ ആഘോഷിക്കുന്നു. 2014 സെപ്റ്റംബർ 27-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി നിർദ്ദേശിച്ചത്. യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി 2014 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചു. ലാണ് ആദ്യമായി യോഗ ദിനം ആചരിച്ചത്. അതിനുശേഷം അത് ലോകവ്യാപക പ്രസ്ഥാനമായി മാറി. 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശാരീരിക ആരോഗ്യം, മാനസിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് എടുത്തു കാണിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗ ദിനാചരണത്തിന്റെ പ്രമേയം. രാജ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിന ആഘോഷങ്ങൾക്ക് മുഖ്യവേദിയായ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പരിപാടിയോടെ സമാപനമായി. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംബന്ധിച്ചു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗ എന്നും ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗ എന്നും രാഷ്ട്രപതി പറഞ്ഞു. आज विश्व जो अनेक चुनौतियों का सामना कर रहे हैं, तो योग मानवता को शांति, संतुलन, समरसता और सामूहिक कल्याण का मार्ग दिखाने में महत्वपूर्ण भूमिका निभा रहे हैं. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. ഇന്ത്യയിലെ നോർവേ അംബാസഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ പ്രമുഖർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഇന്ത്യയുടെ സമ്പന്നമായ നാഗരിക പൈതൃകവും ചരിത്ര സ്മാരകങ്ങളും യോഗയുടെ പുരാതന പാരമ്പര്യവും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെ വിളിച്ചോതുന്നതിനായി ഈ വർഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 100 പൈതൃക കേന്ദ്രങ്ങളിൽ പ്രത്യേക യോഗദിന പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വാട്സപ്പും യൂട്യൂബിൻ്റെ ഒക്കെ കാലമാണ്. ഇപ്പോൾ വ്യായാമത്തിനല്ല പ്രാധാന്യം കൊടുക്കാറുള്ളത്, യൂട്യൂബ് നോക്കാനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ
ജീവിതശൈലി രോഗങ്ങളും മനുഷ്യന് അനാരോഗ്യമായ ചുറ്റുപാടുകളും നമ്മുടെ ആരോഗ്യത്തിനെയും ആയുസ്സിനെയും പുറകോട്ട് വലിക്കുന്നുണ്ട്. കാരണം ആരോഗ്യമില്ലാത്തൊരു വ്യക്തിക്ക് ആയുസ് കുറയും. സത്യം പറഞ്ഞാൽ യോഗയ്ക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് വർണ്ണവിവേചനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന ആരോഗ്യം നിലനിർത്താവുന്ന ഒരു സംവിധാനമാണ് യോഗ എന്ന് പറയുന്നത്. ലോക് ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗ ദിന പരിപാടി നടന്നു. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റു ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളം വലിയ തോതിലുള്ള യോഗാഭ്യാസ പ്രകടനങ്ങൾ നടന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം സുപ്രധാന നേട്ടം കൈവരിച്ചു. യോഗയ്ക്കായി മന്ത്രാലയം നടത്തിയ യൂട്യൂബ് ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർക്കുള്ള പുതിയ ഗിന്നസ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ വർഷത്തെ യോഗ ദിനാചരണത്തെ ഡിജിറ്റലായി ഏകോപിപ്പിക്കുന്നതിനായി യോഗ സംഘം പോർട്ടൽ വികസിപ്പിച്ചു. യോഗ ദിനത്തോടനുബന്ധിച്ച് ഖാദിയും യോഗയും സംയോജിച്ച് സ്വധ എന്ന പേരിൽ പുതിയ ആരോഗ്യ സംരക്ഷണ വസ്ത്രശേഖരവും പുറത്തിറക്കി. ന്യൂഡൽഹിയിൽ 100 ദിവസത്തെയും മഹാരാഷ്ട്രയിലെ ലോണറിൽ 75 ദിവസത്തെയും ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ 50 ദിവസത്തെയും ഖജുരാഹോയിൽ 25 ദിവസത്തെയും യോഗാ ദിന കൌണ്ട് ഡൌൺ ആഘോഷ പരിപാടികൾ നടന്നു. യോഗയെ ഒരു ദിവസത്തെ ആചരണമായി കാണാതെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയുഷ് മന്ത്രാലയം നടപ്പിലാക്കുന്ന യോഗ 365 പ്രചാരണത്തിന് കീഴിൽ നടന്ന 100 ദിവസത്തെ സൗജന്യ യോഗ പരിശീലന പരിപാടി നടന്നു. യോഗമിത്ര സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയെന്നും കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. യോഗയെ പരിസ്ഥിതി സംരക്ഷണം, നദീ സംസ്കാരം, സമൂഹ പങ്കാളിത്തം എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ജൂൺ 13 മുതൽ 20 വരെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ ഗംഗാതീര യോഗ യാത്ര സംഘടിപ്പിച്ചു. ഗംഗോത്രി, ഹരിദ്വാർ, വാരാണസി, പാറ്റ്ന, ഹൂഗ്ലി, ഗംഗാസാഗർ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു യാത്ര. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെയും ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോമൺ യോഗ പ്രോട്ടോകോൾ എന്ന യോഗാഭ്യാസ ക്രമം ആയുഷ് മന്ത്രാലയം പ്രത്യേകം രൂപകൽപ്പന ചെയ്തു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ എച്ച് മൊഹ്സീന വാർത്താ തരംഗിണിയോട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലീജന്യ രോഗങ്ങളും മറികടക്കാൻ യോഗ നമ്മെ സഹായിക്കുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഏറെ പ്രസക്തമാണ്. കാരണം പ്രായം കൂടുന്നത് ജീവിതത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ പ്രായം കൂടുമ്പോഴും ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം. സ്ഥിരമായ യോഗാഭ്യാസം ശരീരത്തിന് വഴക്കവും ശക്തിയും നൽകുന്നു. സന്ധിവേദന, പേശി ബലക്കുറവ്, ബാലൻസ് നഷ്ടപ്പെടൽ തുടങ്ങി പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ശ്വാസാഭ്യാസങ്ങളും ധ്യാനവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ഹെൽത്തി ഏജിംഗ് എന്നത് രോഗമില്ലാത്ത ഒരു ജീവിതം മാത്രമല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സജീവമായി തുടരുകയും ജീവിതത്തിലെ ഓരോ ഘട്ടവും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നതാണ്. യോഗ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നൽകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ യോഗാഭ്യാസത്തിലൂടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും പോസിറ്റീവ് ചിന്തകളും കൈവരിക്കുവാനും വാർദ്ധക്യത്തെ ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു അനുഭവമാക്കി മാറ്റുവാനും സാധിക്കുന്നു. യോഗാഭ്യാസം ഒരു ദിനാചരണമായി മാത്രം കാണാതെ ദിനചര്യയുടെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആരോഗ്യകരവും സന്തുഷ്ടവും സമാധാനപൂർണവുമായ ഒരു സമൂഹം നിർമ്മിക്കാൻ യോഗ നമ്മെ നയിക്കട്ടെ. യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യുജ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ഐക്യം എന്നാണ്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള വിലപ്പെട്ട പരിശീലനമാണ് യോഗ. പ്രായമായവരെ സ്വതന്ത്രമായും സജീവമായും നിലനിർത്താൻ സഹായിക്കുന്ന നിരവധി കഴിവുകളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം അവരുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിനും യോഗ സഹായിക്കുന്നു. കൂടാതെ 2021 മുതൽ 2030 വരെ ലോക ആരോഗ്യ സംഘടന ആചരിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യ ദശകത്തിന്റെ നിരവധി ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. യോഗ പരിശീലക CS പ്രേമകുമാരി.
നമ്മുടെ മുതിർന്ന പൗരന്മാർ പലരും ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. പല ആൾക്കാരും മരുന്നിന്റെ ബലത്തിലാണ് പോകുന്നത്. അപ്പോൾ ആരോഗ്യം നിറഞ്ഞ ഒരു വാർദ്ധക്യം എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വൃദ്ധജനങ്ങൾ നേരിടുന്ന നിരവധിയായ രോഗങ്ങളുണ്ട്. ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പ്രമേഹം, സന്ധികളിലുണ്ടാകുന്ന വേദന, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ദഹന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വൃക്കകളുടെ പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഓർമ്മക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ, ഇതെല്ലാം വൃദ്ധജനങ്ങൾ ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആളുകൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് അവരുടെ കാലുകളുടെ ബലം വർദ്ധിപ്പിക്കണം. കാലിൻ്റെ മസിൽസിൻ്റെ ബലം, ജോയിൻസിൻ്റെ എല്ലാം ബലം വർദ്ധിപ്പിക്കണം. അതിനായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഉണ്ട്. യോഗയിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബോഡിയുടെ ബാലൻസ് ഒക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പം കൈവിട്ടു പോകും. പെട്ടെന്ന് മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ശരീരത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് എല്ലാം യോഗയിൽ നിരവധിയായിട്ടുണ്ട്. അത് ചെയ്തെടുക്കണം. പിന്നെ ബ്രീതിങ് എക്സസൈസ്, ശ്വസന വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിനെയും ശാന്തമാക്കുന്നതാണ്. അതിപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനായിട്ട് സമയം കണ്ടെത്തുക, മടി കൂടാതെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. യോഗ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ജീവിതത്തിൽ എന്നും നമ്മൾ ചെയ്യുന്ന പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ ഈ വ്യായാമ മുറകളും ചെയ്യണം. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വലിയ സ്ട്രഗിളൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. യോഗയുടെ മൂല്യങ്ങൾ സമൂഹത്തിന്റെ ധാർമ്മികതയുടെ പ്രധാന ഭാഗമാണ്. ജനങ്ങളെ സജീവമായും ആരോഗ്യത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്ന യോഗ ആപ്പ് WHO യോഗ ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഗവൺമെന്റുമായി സഹകരിച്ച് പുറത്തിറക്കി. യോഗ പരിശീലനം പഠിപ്പിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള വീഡിയോകളുടെയും ഓഡിയോ ഫയലുകളുടെയും ശേഖരം ഈ ആപ്പിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആദ്യമായി യോഗ പരീക്ഷിക്കുന്നവർക്കും ഇതിനകം പതിവായി യോഗ പരിശീലിക്കുന്നവർക്കും ഉപയോഗിക്കാൻ എളുപ്പമുള്ള സൗജന്യ ആപ്പാണിത്. ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ബി ഹെൽത്തി ബി മൊബൈലാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. യോഗ ദിനചര്യയാക്കിയ പ്രൊഫസർ RN സത്യദാസ്: ഞാൻ ഏതാണ്ട് 25 വർഷം കൊണ്ട് യോഗ ചെയ്യുകയാണ്. മനസ്സിനെ ശാന്തമാക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ഇതിനൊക്കെ യോഗ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യോഗ കൊണ്ട് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സും ശരീരവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ശാന്തമായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യം ഉള്ള ഒരു ജനതയാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത്. എല്ലാ മനുഷ്യരും യോഗ ചെയ്യണം. സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു മരിക്കുക. മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ആരോഗ്യത്തോടെ ജീവിച്ചു മരിക്കുന്നത് ആണ് നല്ലത് എന്ന് യോഗ നമ്മളെ പഠിപ്പിക്കുന്നു. യോഗ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ശാന്തമാക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യവും സമാധാനവും നിലനിർത്താൻ യോഗ ഒരു മികച്ച മാർഗമാണ്. ആരോഗ്യകരമായ വാർദ്ധക്യം നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ മുൻഗണനകളിൽ ഒന്നാണെന്നും വാർദ്ധക്യത്തിന് വളരെ മുൻപ് തന്നെ ആരോഗ്യ സംരക്ഷണം ആരംഭിക്കണമെന്നുമുള്ള തിരിച്ചറിവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇക്കൊല്ലത്തെ യോഗ ദിന പ്രമേയം. അതെ, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ്, ഉപാധിയാണ് യോഗ. ആരോഗ്യമുള്ള ശരീരം ആരോഗ്യകരമായ മനസ്സിനും ആരോഗ്യകരമായ മനസ്സ് ശക്തമായ രാഷ്ട്രത്തിനും വഴിയൊരുക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആരോഗ്യകരമായ വാർദ്ധക്യം ഒരു പൊതു സാമൂഹിക ലക്ഷ്യമായി മാറണം. ഈ ഉത്തരവാദിത്തം സർക്കാരിനോ ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കോ മുതിർന്ന പൗരന്മാർക്കോ മാത്രമുള്ളതല്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നത് മാത്രമല്ല, എത്ര നന്നായി ജീവിക്കുന്നു എന്നതും പ്രധാനമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.